ഓക്കെ, മോഡൽ എക്സാമിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ എക്സ്. ഇവിടെ നമുക്ക് എന്തും കൂടെ എഴുതണം? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും കൂടെ എഴുതണം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മീനിങ് എന്താ? എക്സിൻ്റെ പ്ലേസിലേക്ക് എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. അപ്പോൾ ഈ എക്സിന് പ്ലേസിലേക്ക് എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. അപ്പോൾ ഇനി ഡെറിവേറ്റീവ് എഴുതാം. ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം എന്തെഴുതണം? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന് പകരം എന്തെഴുതണം? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ നമ്മൾ ഏത് റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത്? സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ റിസൾട്ട്. സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ റിസൾട്ട് ഓർമ്മയുണ്ടല്ലോ. സൈൻ എക്സ് മൈനസ് സൈൻ വൈ റിസൾട്ട് എന്താണ്? 2 cos എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. 2 cos എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ ഈ ഉള്ള ഈ എക്സിന് പകരം ഇവിടെ ആരാ? എക്സ് പ്ലസ് എച്ച്. ഈ വൈക്ക് പകരം എക്സും. അപ്പോൾ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos എക്സ് പ്ലസ് വൈക്ക് പകരം എന്താ വരണ്ടേ? എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് മൈനസ് വൈക്ക് പകരം ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ആരും കൂടെ ഉണ്ട്? എച്ചും കൂടെ ഉണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് ഈ എക്സ് പ്ലസ് എക്സ് എന്താക്കി? 2x ആക്കി പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ ഇവിടെ ഈ എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസലായി പോകും. ബാക്കി ആരേ ഉള്ളൂ? എച്ച് ബൈ 2 മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഒരു എച്ചും കൂടെ ഉണ്ട്. ഇനി ഒരു നമ്പറും കൂടെ ഉണ്ട് കേട്ടോ. ആരാണ്? ഈ 2. ഈ 2വിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എഴുതുന്നില്ല. പകരം എന്ത് ചെയ്യും? ഈ എച്ചിൻ്റെ ഡിനോമിനേറ്ററായിട്ട് കൊടുക്കും. ഇനി അത് അവിടെ വന്നാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? കാര്യം എന്താ? ഈ എച്ച് ബൈ 2 ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ എച്ച് ബൈ 2വിൻ്റെ റെസിപ്രോക്കൽ 2 ബൈ എച്ച്. അപ്പോൾ ആ 2വിൻ്റെ പ്ലേസ് എവിടെ തന്നെ വന്നോളും? ന്യൂമറേറ്ററിൽ തന്നെ വന്നോളും. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2വിനെ നമ്മൾ എവിടെ കൊടുക്കുന്നു? എച്ചിൻ്റെ ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുന്നു. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ ഈ രണ്ട് ടേംസ് അല്ലല്ലോ, ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഈ എച്ച് ബൈ 2 ഒന്നെങ്കിൽ ഫസ്റ്റ് കോസിന് കൊടുക്കുക അല്ലെങ്കിൽ സൈന് കൊടുക്കുക. നമ്മൾ ആർക്കേ കൊടുക്കുകയുള്ളൂ? സൈനിന്. കാര്യം നമുക്ക് ഒരു റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് ഓഫ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇനി ലിമിറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് ഓഫ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഓഫ് എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇവിടെ നമുക്കൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഏതാണ് ആ റിസൾട്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ എക്സ് ആണെങ്കിൽ താഴെ എക്സ് വരണം. അപ്പോൾ ഇവിടെ എച്ച് ബൈ 2 ആണെങ്കിൽ താഴെ ആര് വരണം? എച്ച് ബൈ 2 വരണം. സെയിം ആണല്ലോ. ഇനി എച്ച് ടെൻസ് ടു 0 ആണെങ്കിൽ എച്ച് ബൈ 2 ടെൻസ് ടു എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കൊടുക്കാം ഈ റിസൾട്ട് വെച്ചിട്ട്. ഇവിടെയോ എച്ചിന് 0 കൊടുക്കണം. എച്ചിൻ്റെ വാല്യൂ എത്ര കൊടുക്കണം? 0. അപ്പോൾ കോസ് ഓഫ് 2x പ്ലസ് 0 ബൈ 2 ഇൻറ്റു ഈ ലിമിറ്റ് 1 ആവും. കോസ് ഓഫ് 2x ബൈ 2 എന്ന് വരും. ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തെന്ന് കിട്ടി? കോസ് എക്സ്.
അപ്പോൾ ഇതേപോലെ തന്നെ കോസ് എക്സിൻ്റെത് ചെയ്ത് പഠിക്കണം, ടാൻ എക്സിൻ്റെത് ചെയ്ത് പഠിക്കണം, പിന്നെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അതുമൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം.